ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? സന്തോഷമായിരിക്കുന്നു അല്ലേ? ആർ യു ഹാപ്പി? യെസ്. പ്രിയമുള്ള സഹോദരൻ സുഖമായിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കുർബാനയിലൊക്കെ പ്രത്യേകം ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്. പിന്നെ ഇന്ന് പറയാൻ വിശേഷം നമുക്ക് പാലാ രൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ സ്ഥലമാറ്റമാണ്. പല രൂപതകളും ഈ നാളുകളൊക്കെ സ്ഥലമാറ്റമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അച്ഛന്മാരും ഓർത്തിക്കുക. അവർക്ക് കുറവിലങ്ങാട് വികാരിച്ചനായിരുന്ന അഗസ്റ്റിൻ കുട്ടിയാനിക്കലച്ഛൻ മാറി പുതിയ അച്ഛൻ ചാർജ് എടുക്കുന്നു. അതുപോലെ കുറവിലങ്ങാടിന്റെ ഓസ്റ്റിൻ അച്ഛൻ മാറുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിചയമുള്ളവരൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഓർത്ത് പാലാരൂപയിലെ അച്ഛന്മാരെയൊക്കെ ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഈ 1-2 കാര്യം അറിയിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഈ ടോക്കുകൾ നിങ്ങൾക്ക് മജോറിറ്റി ആൾക്കാർക്ക് വാട്സപ്പിലൂടെയാണ് അയച്ചു കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് നേരിട്ട് തന്നെ ഇപ്പോൾ കുറവല്ലങ്ങാട് അല്ലെങ്കിൽ PDM സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരൊക്കെ നേരിട്ട് പല കാര്യങ്ങളും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഗ്രൂപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ 200, 300, 1000, 2000 പേരൊക്കെയുള്ള ഗ്രൂപ്പുകൾ, അതെല്ലാം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതേസമയം ചില ഗ്രൂപ്പുകളിലൊക്കെ ചില ആൾക്കാരൊന്ന് ഒഴിഞ്ഞു കയറിയിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്നവരുടെ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത് എന്നിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുക, അങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് തട്ടിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണത്. അപ്പോൾ അങ്ങനെ പിന്നെ ചില ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്പർ കിട്ടിയത് അതായത് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പം നമുക്ക് അങ്ങനെ ഗ്രൂപ്പില്ലാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിൽ വലിയൊരു ഡിസൈൻമെൻറ്റ് എടുക്കണം. വെറുതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്, ശ്രദ്ധിക്കണത്. ഞാൻ സ്നേഹപൂർവ്വം പറയാം. പിന്നെ ഇവിടെ നിന്നുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പണ്ട് നിങ്ങൾക്ക് പിന്നെ പ്രായമുള്ളവർക്ക് അത്ര മനസ്സിലാകണമെന്നില്ലെങ്കിൽ പോലും ഒന്ന് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് കമ്മ്യൂണിറ്റികളാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ വേറെ ആരും കാണുകയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നേരിട്ട് ചെയ്യുന്നതിനകത്ത് മാക്സിമം ആൾക്കാർ ആ കമ്മ്യൂണിറ്റി ലിങ്ക് ഒന്ന് അയച്ചു തരാൻ വേണ്ടി എവിടെയെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ സെൻറ്ററിൽ ചോദിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകർ പ്രതീക്ഷ ആ ഗ്രൂപ്പിലുള്ള അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആ ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുള്ള ഗ്രൂപ്പ് നിങ്ങൾ എക്സിറ്റ് അയച്ചാൽ മതി. ഒരുപാട് പേര് കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. എല്ലാം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. എനിവേ നിങ്ങൾ പൈസ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബിനോയച്ചൻ പറഞ്ഞത് എൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രൈസല്ലോ ഒന്ന് പറഞ്ഞതാണ്, ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം. സ്നേഹം നിറഞ്ഞ് ബിനോയച്ചൻ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും. എൻ്റെ പേര് നീതു എന്നാണ്. ഞാൻ ഒമാൻ മസ്കറ്റിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ വാഴക്കോളം അടുത്താണ് എൻ്റെ വീട്. എൻ്റെ മോനെ 2.5 വയസ്സുള്ളപ്പോൾ അന്ന് ഞാനിവിടെ ജോലിക്ക് വരുന്നത്. ഇപ്പോൾ അവൻ 6.5 വയസ്സ് പ്രായമാണ്. ഇളയ മോൾക്ക് 5 വയസ്സാണ്. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നപ്പോൾ മുതൽ ഞാൻ എൻ്റെ കുഞ്ഞ് മരിക്കുന്നതായിട്ട് എല്ലാ ദിവസവും സ്വപ്നം കാണും. ഒരു ദുഃസ്വപ്നം കാണുക. അത് എപ്പോഴും ഒന്നെങ്കിലും വെള്ളത്തിൽ വീഴുന്നതായിട്ട് അങ്ങനെ എന്തൊക്കെ തരത്തിലൊരു ദുഃസ്വപ്നം കാണും എല്ലാ ദിവസവും. ഒരു ദിവസം അങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും. എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് എനിക്ക് ഫേസ്ബുക്കിലൂടെ അച്ഛനെ ടോക്ക് കാണിച്ചു തരുന്നത്. അത് ഞാൻ 234ാമത്തെ എപ്പിസോഡായിട്ട് ഇപ്പം തന്നെ എത്രയാണെന്ന് ചിന്തിക്കണം. അപ്പം അല്ലേ, ഏറ്റവും ആദ്യം 234 ആ എപ്പിസോഡ് തുടങ്ങാൻ കണ്ടു തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ അച്ഛൻ നൽകുന്ന ഈ ടോക്ക് ഞാൻ മുടങ്ങാതെ കാണുന്നത്. പിന്നെ എനിക്ക് ഇന്ന് വരെ ഒരു ദുഃസ്വപ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തൊരു അത്ഭുതം! നമ്മളെ ദുഃസ്വപ്നം മാറാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല, ശ്രദ്ധിച്ചല്ലോ. പക്ഷെ നിങ്ങൾ നോക്കിയേ, വചനം കേൾക്കുന്നു, ആശീർവാദം കേൾക്കുന്നു, ആ ഒരു ദുർപ്പയുടെ വിട്ടുപോകാണ്. ഒരെണ്ണം പോലെ കണ്ടിട്ടില്ല എന്ന് പറയാം. അതുപോലെ അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഒക്കെ ഞങ്ങൾക്കിങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ വീട് വയ്ക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളുടെ വീട് വിറ്റ് ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് 7 സെന്റ് സ്ഥലം നൽകി അനുഗ്രഹിച്ചു. അതേപോലെ അഭിഷേകത്തിൽ ഫുള്ള് കാണാനായിട്ട് ഇടയുണ്ട്. പിന്നെ വട്ടാലച്ചനും സിസ്റ്റേഴ്സിനും ഒക്കെ വേണ്ടി നിങ്ങൾക്ക് അച്ഛനും വേണ്ടി ജവമാലയാണ്. നമ്മൾ ഫുൾ കുടുംബം അല്ലേ, PDM, ASTM എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ്. എന്നെങ്കിലും അച്ഛൻ വാഴക്കുളത്ത് വരുമ്പോൾ കാണാൻ ഇടയാകണമേ എന്ന് തമ്പരാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അല്ലേ. വാഴക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടി സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അഭിഷേക സിസ്റ്റേഴ്സിൻ്റെ സെൻ്ററുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ഞാൻ ഇടയ്ക്ക് വരും. പ്രൈസ് അലോഡ് പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഇന്നും നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ സ്വപ്നങ്ങൾ കാണും, ദൂർപ്പിയുടെ ഉറക്കം കിട്ടുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് 1 Corinthians 15:32, ഫസ്റ്റ് Corinthians chapter 15:32 ആസ്പദമാക്കിയിട്ടുള്ള ഒരു വചനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടുത്തെ അതിനകത്തെ വചനം എടുക്കുന്നത് ഇങ്ങനെയാണ്. അതിന് തലക്കെട്ട് കണ്ടോ, നിങ്ങൾ വഞ്ചിതരാകരുത്. ഉദാഹരണം ഞാൻ മുമ്പത്തെ കേസ് പറഞ്ഞില്ലേ, നിങ്ങൾ ചുമ്മാ കബളിപ്പിക്കപ്പെട്ടത്, നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് ഞാൻ മുമ്പത്തെ പറഞ്ഞ സംഭവമില്ല നമ്മുടെ ഈ ടോക്ക് കണ്ടുവന്നവിടെ എന്ന് പറയുന്ന പോലെ സ്ലീഹ പറയുന്നൊരു സെന്റൻസ് ആണ്. അപ്പം അതിനിതാണ് പൗലോസ് പറയാണ്, ഞാൻ മാനുഷികമായി പറഞ്ഞാൽ, ചില മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എഫേസോസിൽ വെച്ച വന്യമൃഗങ്ങളോട് പോരാതുകൊണ്ട് എനിക്ക് എന്ത് മെച്ചം, എനിക്ക് എന്ത് പ്രയോജനം? വന്യമൃഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാക്യാനം ആയിക്കോട്ടെ എന്നൊരു പറയുകയാണ്.
അത് മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്നാൽ നാളെ നമ്മൾ മരിക്കും. എന്നിട്ട് പൗലോസ് പറയാം, നിങ്ങൾ വഞ്ചിതരാകരുത്. ഇപ്പോൾ ഒരു എപ്പിക്കൂര് അല്ലെങ്കിൽ എന്താ പറയണത്, എപ്പോഴും നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ള, നമുക്ക് തിന്നു കുടിച്ച് മതിക്കാം, എന്നതാടവേ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാനുള്ള, ഇതൊക്കെ ഈ ലോകത്ത് വെച്ച് അനുഭവിച്ചില്ല പിന്നെ എവിടെയാ? ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരുടെ പ്രത്യേകത അവർക്ക് സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഏശ 22:13-14 ഇതിന്റെ ഒരു കൂട്ടുവചനം കിടക്കുന്നുണ്ട്. അവർ പറയുകയാണ്, നമുക്ക് അവിടെ ഇറച്ചി തീറ്റി വീഞ്ഞു കുടിയും മദ്യപാനം നമുക്ക് തിന്നു കുടിക്കും മരിക്കാം, നാളെ നമ്മൾ മരിക്കുമെന്ന് അവർ പറയുന്നു. നിങ്ങൾ അതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ലോകത്തിനല്ലാതെ അപ്പുറത്തല്ല, നമ്മൾക്ക് നിത്യജീവനുണ്ട്. ഈശോ വീണ്ടും വരും. ബൈബിളിൽ പറഞ്ഞതല്ലാത്ത ഒരു കാര്യം പോലും ഈ ലോകത്ത് നടക്കുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ. ഈശോ പറയും, ഈശോയുടെ എത്ര നൂറ്റാണ്ടുകൾക്ക് ജനനത്തിന് മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഈശോ വരും. വന്നില്ലേ? കുരിശിൽ മരിക്കും, സംഭവിച്ചില്ലേ? ഉയർത്തെഴുന്നേൽക്കും, പറഞ്ഞെല്ലാം സംഭവിച്ചില്ലേ? ഈശോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞെല്ലാം സംഭവിച്ചില്ലേ? അതിനുശേഷം പിന്നെ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട യഹൂദർ, എല്ലാം സംഭവിച്ചില്ലേ? ഭൂമി കാണുന്ന അടയാളങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ സ്വർഗത്തെക്കുറിച്ചൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വരണം. അപ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊക്കെ ചെയ്ത പോലെ ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ, അമ്മ തെരേസ ചെയ്തതുപോലെ, ഓരോ വിശുദ്ധന്മാരും വിശുദ്ധകളും ചെയ്തതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തിന്നുപിടിച്ച് മതിച്ച് കുറെ കാര്യങ്ങളായിട്ട് നടക്കുക എന്നുള്ളതാണ്, അല്ലേ? ചിന്തിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് അവന് സ്വർഗത്തെക്കുറിച്ച്, അതുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ വഞ്ചിതരാകരുത്, വഞ്ചിക്കപ്പെടരുത്. ഇന്ന് ഓൺലൈനാക്കിയിട്ട് എത്രയോ തട്ടിപ്പുകളൊക്കെ ആയിട്ട് വഞ്ചിച്ച് ലക്ഷങ്ങൾ കോടികൾ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്, അല്ലേ? അല്ലെങ്കിൽ മണി ചെയിൻ ബിസിനസ് ചാടിയവര്, ഓൺലൈൻ ട്രേഡിങ്ങിന് പോയി ചാടി കുടുങ്ങിയവര്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തുമാത്രം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിതരാകരുത് കേട്ടോ. അപ്പൊ നമുക്ക് സംസർഗം എങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോക്കണം. സമയം കുറച്ച് കൂടുതലായി കാണും, അല്ലേ? നിർത്തിയേക്കാം. താങ്ക് യു കേട്ടോ. അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് ഈ ശുശ്രൂഷയിൽ സംപ്രീതനാകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരമൊക്കെ സംഭവിക്കുന്നത്. ഒരുപാട് നന്ദി പറയുക. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ ഇവരെ ഓരോരുത്തരെയും ഈശോയുടെ നാമത്തിൽ അഭിഷേകം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ്, രാത്രി കാലങ്ങൾ ദുഃസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നവര്, ഒരേ സ്വപ്നം തന്നെ പല ദിവസം ആവർത്തിച്ച് കാണുന്നവര്, അതുപോലെ തന്നെ കർത്താവ് രാത്രി ഉറക്കം പറ്റുന്ന കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റാത്തവര്, കർത്താവ് രാത്രി ഉറക്കം കിട്ടാത്തവര്, രാത്രിയിൽ കർത്താവ് ശ്വാസം കൊത്തിപ്പിടി അതുപോലത്തെ അസ്വസ്ഥതകൾ, പൈശാചിക പീഡകളുള്ളവര്, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൃപകളോട് ചേർത്ത് വെച്ച്, കർത്താവ് എന്റെ പ്രാർത്ഥന കൊണ്ടല്ല, അങ്ങയുടെ കരുണയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഈശോയുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന് അനന്ത യോഗ്യതയിൽ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ നിങ്ങളെ ശരീരപ്പെടുന്ന ദുർപീഡകളെയും പൈശാചികളെയും യേശുനാമത്തിൽ വിട്ടുകൊണ്ട് രാത്രി ദുർപീഡകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.